ബ്ലഡ് റിപ്പോർട്ട് നൈറ്റ് ആയപ്പോഴേക്ക് വന്നിട്ടുണ്ട്. പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ട് പറയണത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മൊത്തം നിറച്ചിരിക്കുക, എന്നിട്ട് മൊത്തം അങ്ങോട്ട് കറപ്പിച്ചാണ്ട് കാണിക്കണം. എങ്ങനെ ഇട്ട് ഉടനെ മൊത്തം അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് മറയ്ക്കുമ്പോൾ ഗൈസ്, നമ്മൾ വട്ടിക്ക് പൈസ എടുത്താലും ശരി, പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങരുത്. സമാധാനം എന്ന് പറയുന്ന സാധനം നമ്മളനുഭവം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ നേരെ രാവിലെ 7-7:30 ആയപ്പോൾ തന്നെ ഇറങ്ങി പോകുന്നത് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 മാസത്തെ ഷുഗർ ലെവൽ എന്താണെന്നൊന്ന് അറിയണം. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണം. ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. എട്ട് 10 ബ്ലഡ് ടെസ്റ്റ് കൊടുത്തതാണ്. ഇനി നെക്സ്റ്റ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് 10:10 അപ്പം അതുവരെ വെയിറ്റിംഗാണ്. കഴിഞ്ഞ 3 മാസത്തെ ഷുഗറും അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പുള്ളതും ശേഷമുള്ളതും ഷുഗർ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. കൊളസ്ട്രോളൊന്നും കുഴപ്പമുണ്ടാവില്ല, എല്ലാം ഓക്കെയാണ്. അങ്ങനെ 10:30 ഇപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തണത്. ഫുഡൊക്കെ കൊണ്ടുപോയതുകൊണ്ട് പിന്നെ ആ കാര്യം നോക്കണ്ട. ഇനി സാമ്പാർ വെക്കാൻ തുടങ്ങണം. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ടോടാ? ആ ഓക്കെ. അപ്പൊ സാമ്പാറിന്റെ വർക്ക് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ദോശ കഴിച്ചുകൊണ്ട് മുട്ട കഴിക്കാൻ മറന്നു. കഴിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. സോപ്പ് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. കുട്ടിക്കും അമ്മൂനും എനിക്കും എല്ലാവർക്കും. അമ്മോ, ഒരു സൂചി എടുത്തോളാം. അവിടെ കുണ്ടിക്കൊന്ന് കൊടുക്കാം. പിന്നെ കുണ്ടിക്കല്ല സൂചിയൊക്കെ ഉണ്ട്. അവിടെ സൂചിയൊക്കെ ഉണ്ട്. ശരി ശരി, എല്ലാം അറിയാം ഭാവിക്ക്. അമ്മ ഇവിടെ മഷ്റൂം മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഷ്റൂം ആവുമോ അറിയില്ല. ആ എടുത്തോ. 3 പാക്കറ്റ്, ഒരു 10-12 ഉണ്ടാവും. ഉണക്കമീൻ. ഇത് തളയൻ എന്ന് പറയും. തളയൻ. അപ്പൊ സാമ്പാറിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് തലയില് മൈലാഞ്ചിട്ടാ പോരട്ടോ, എനിക്ക് ഇട്ട് തരണം. ഓക്കെ, അടുത്ത് വേണമെന്ന് പറഞ്ഞാൽ ബാക്കി വെച്ചിട്ടുണ്ട്, വൈകുന്നേരം ഇട്ട് തരാം. ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടെല്ലാം രാത്രിയേ വരുള്ളൂ. ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് എത്തും, രാവിലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നാളെ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം ഡോക്ടറെ പോയി കാണണം. എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഷുഗറോ കൊളസ്ട്രോൾ എടുത്തിട്ടില്ല കേട്ടോ, ഷുഗർ മാത്രം. ഒന്നും കാണിക്കാതിരുന്നാൽ സമാധാനം. ഇല്ലെങ്കിൽ പിന്നെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. 1:30 ഇപ്പോൾ അതാ ലഞ്ച് കഴിക്കാൻ പോവാണ്. എല്ലാവരും കൂടി വീട്ടിലിരുന്ന് ലഞ്ച് കഴിക്കണമെങ്കിൽ ഒരു ലീവ് ദിവസം വരണം. ഇന്നിപ്പോൾ ലീവ് ദിവസമാണ്. അമ്മ സാധനങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കണു. ഇത് വാക്കുട്ടിക്കാണോ സൈഡൊക്കെ വെച്ചിട്ട്? സാമ്പാറുണ്ടല്ലേ അവൾക്ക്? സാമ്പാർ സൈഡിൽ തൊട്ട് നോക്കാൻ കൊടുക്കും. ഇതാ മഷ്റൂം മസാല, സാമ്പാർ, മട്ട റൈസ്. ഞങ്ങൾക്ക് കുളിക്കണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. എൻ്റെ തലയിലും തേച്ചിരണേ ഈ സാധനം. പിന്നെ വിരയമോൾക്ക് ഇതാ മീൻ വറുത്തത് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തണുക്കാതിരിക്കാൻ അടച്ചു വെച്ചിരിക്കുക. ആ കുട്ടി മഷ്റൂം കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് സാധനം നോക്കിയേ? രസമുണ്ട്. ഇഷ്ടമുണ്ടോ? ഇറച്ചിയുടെ പോലെ ഉണ്ടാക്കിയതാ. കുറച്ചുകൂടി ഡ്രൈ ആക്കായിരുന്നു എന്നൊരു സംശയം അല്ലേ? കാരണം രണ്ടും വെള്ളം പോലെ ആകുമ്പോ ഇത് കുറച്ച് ഇരുന്ന് കുറുകും ചേർച്ചു. കുഴപ്പമില്ല, ടൈറ്റ് ആക്കാൻ വേണം. ഇത് മതി, ധാരാളം. രസമുണ്ട്. നമ്മൾ മറ്റേ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ടൈറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കില്ലേ, അതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ? ആ മീൻ വറുത്തത് ഇതാ. മീൻ കണ്ടോ അതിനകത്ത് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ മരുന്നിന്റെ ഡബ്ബയാണ്. കറക്റ്റ് എരിവ്, കറക്റ്റ് ഉപ്പ്, എല്ലാ സാധനം കറക്റ്റാണ്. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ? കറി നന്നായിട്ടുണ്ട് കേട്ടോ, നൈസ്. രസമുണ്ടോ? കുറച്ച് പെരുങ്കായം കുറച്ച് കുറഞ്ഞ പോലെ. അത് പണ്ട് വെച്ചില്ല, അവിടേക്ക് എത്തിയിട്ടില്ല. സ്റ്റിൽ നൈസ്. ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിനകത്ത് കുഴപ്പമെന്താ ചോദിക്കുകയാണെങ്കിൽ പെരുങ്കായം കുറച്ച് കുറഞ്ഞു പോയി, എരു ഇച്ചിരി കൂടിപ്പോയി. എരു പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പെരുങ്കായം കുറച്ച് കുറഞ്ഞു പോയി. ആ സാമ്പാറിൻ്റെ ഒരു കുത്തുണ്ടല്ലോ, ആ ഒരു ഫ്ലേവർ, അത് ഇച്ചിരി കൂടി കയറണമായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെ ആണെന്നാണ് വൈഫ് പറഞ്ഞത്. അമ്മയ്ക്കും ഇഷ്ടമായി, കുട്ടിക്കും ഇഷ്ടമായി. അതെ, സ്വത്തിന് സാമ്പാർ ഇഷ്ടമായോ? മഷ്റൂം ഇഷ്ടമായോ? അതും ഇഷ്ടമായോ? മീൻ ഇഷ്ടമായോ? അതും ഇഷ്ടമായോ? ഓ, അതിശയായിരിക്കണു. ഇങ്ങനെ എല്ലാം കൂടി ഇഷ്ടാവല് വളരെ അപൂർവമാണ്. ഇല്ലെങ്കിൽ അടുത്ത ഡയലോഗ് എന്താ? രസമില്ല, അമ്മന്നെ കഴിച്ചോ അല്ലെങ്കിൽ അച്ഛൻ കഴിച്ചോ? നാളേക്ക് ഇഷ്ടല്ല. ഇഷ്ടാവാണ്ടല്ലേ കഴിക്കാത്ത? ആ, മുഖത്ത് നോക്കി പറയൂ, ഇഷ്ടമാവാത്തോണ്ടല്ലേ കഴിക്കാത്തത്. ലാസ്റ്റ് വട്ടം ബിരിയാണി ഉണ്ടാക്കിയപ്പോ പറഞ്ഞ ഡയലോഗാ. ഞങ്ങൾക്ക് പിന്നെ ഇത് വേണം. ഇതാണ് അച്ചാറ്. ഇതിൽ തൊട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നക്കി കഴിക്കും. ഇതിൽ തൊട്ടിട്ട് ഇതാണ് അവളുടെ അച്ചാറ്.
അതിൽ തൊട്ടിട്ടാണ് അവിടെ മാവ് കൊണ്ടുവന്നത്. ഈ നെല്ലിക്ക അച്ചാറ് വാങ്ങിക്കൊടുന്നു. അവളെ അച്ചാറാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. കാർട്ടൂണിൽ എങ്ങനെയാ പോകുള്ളൂ ഫുഡ്. അതിനേക്കാളും തണുപ്പ് ഇവിടെയാ. ഇത് 1.5 ടൺ AC ആണേ. ഇത് 1.5 ടൺ AC യാ. പഴയതാണെങ്കിലും ജപ്പാന്റെ കാലത്തുള്ളതാണെങ്കിലും 1.5 ടൺ. ആ റൂമിലേക്ക് വെക്കാൻ പറയണം. അവിടെ ഉള്ളത് 1 ടൺ AC. ആ റൂമാണെങ്കിൽ വലുതും, ഇത് ചെറിയ റൂമും. ഇതിൽ 1.5 ടൺ. അത് ക്ലീൻ ചെയ്യാനായിരുന്നോടാ ആ AC. ആളെ വിളിക്കണം. ആ അത് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. അവിടുത്തെ AC, നമ്മൾ കിടക്കണ റൂമത്തെ AC അത് ക്ലീൻ ചെയ്യണം. അതിനകത്തൊന്നും തണുക്കണില്ലല്ലോ. പിന്നെന്തുണ്ട്, നമുക്ക് വാതിലൊക്കെ ശരിയാക്കാം. അമ്മുവിന്റെ തലയിലിട്ടിരിക്കുന്ന അതേ സാധനം മൈലാഞ്ചി അല്ലേ ഇത്? മെഹന്തി അല്ലേ ഗൈസ്? ഇപ്പൊ നോക്കൂ എന്റെ തലയുടെ അവസ്ഥ. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് പറയണം. ഓക്കെ? പാർലറിൽ പോയത്തേക്കാണെങ്കിൽ 200 രൂപ കൊടുക്കേണ്ടി വരും. ഞാൻ തരാം ഇയാൾക്ക് 200 രൂപ. 200 രൂപ വേണത്ര, നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഉടനാണ് മൊത്തം അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് മറയ്ക്കുമ്പോ. ഗൈസ്, നമ്മൾ വട്ടിക്ക് പൈസ എടുത്താലും ശരി പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങരുത്. സമാധാനം എന്ന് പറയുന്ന സാധനം നമ്മളനുഭവം. ഇല്ല ഇല്ല, ഞാൻ പറയില്ല. സത്യം ഞാൻ ആരുടെ പറയില്ല. പോരെ? ഹാപ്പി? മൊത്തം നിറച്ചിരിക്കുക, എന്നിട്ട് മൊത്തം അങ്ങോട്ട് കറപ്പിച്ചാണ്ട് കാണിക്കണം. എങ്ങനെ ഹലോ ബേബി, ഐ ആം ജസ്റ്റ് 39. ഓക്കെ? 5:43 വരെ സുഖമായിട്ട് കടന്നുറങ്ങി എണീറ്റിരിക്കുകയാണ് വിനയമോൾ. കുറച്ച് വെള്ളം കൊടുത്തു. ഫസ്റ്റ് അവളുടെ ചക്രത്തിൻ്റെ പിന്നിലുള്ള 2 ചെറിയ ചക്രങ്ങൾ ഊരി വെച്ചിരുന്നു. അതുകൊണ്ട് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൂടെ നിന്ന് ഓടിച്ചാലേ പടിയുള്ളൂ. ഇതിപ്പോൾ ആ പ്രശ്നമല്ല. മറ്റേ നമ്മുടെ ഊരോടി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ട്. 2 ചക്രം നിലത്ത് മുട്ടുന്നുണ്ടല്ലോ. ബാലൻസ് ഒന്ന് ആവട്ടെ, എന്നതിന് ശേഷം അത് ഊരി വയ്ക്കാം. അതാവും നല്ലതെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഊരി വെച്ചത് അബദ്ധമായി പോയി. ഓടിച്ചോളൂ ഓടിച്ചോളൂ, ചറ പറന്ന് ഓടിക്കൂ. അങ്ങനെ തന്നെ. എന്താ സന്തോഷം, പേടില്ലാതെ ഓടിക്കുകയാണേ. മറ്റേത് പേടിച്ച് 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 പേടിച്ചിട്ട് ചെത്തുമണി ഓടിച്ചിരുന്നത് എല്ലാ സൈഡിൽ കൂടി പോകും. 3-ാമത്തെ ദിവസത്തെ ട്രെയിനിങ് ആണ്. ഇത് 3-ാമത്തെയാണോ 4-ാമത്തെയാണോ വാവേ? 3-ാമത്തെ ദിവസം. നമ്മുടെ കുട്ടികൾ ഓരോന്ന് പഠിച്ചെടുക്കുമ്പോൾ ഒരു കാണാൻ തന്നെ ഒരു വല്ലാത്ത സന്തോഷമാണല്ലേ. ഇറ്റ്സ് റിയലി എൻജോയിങ്. 6:45 മൈലാഞ്ചി ഇട്ടതൊന്ന് കഴുകി കളയണം. മെഹന്തിയെ എന്താ അതിന് പറയാ? മൈലാഞ്ചി അല്ലേ? എന്ത് തേങ്ങയാണാവോ അമ്മ തേക്കണ സാധനം. ഇനി ഇതൊന്ന് കഴുകി കളയണം. മുടി കറുത്തിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് കപ്പ അറിയാം. എന്താ അവിടെ കാണാനുള്ളത്? പശു ഉണ്ടോ? അതാ ഒരു പന്നി വരുന്നു. ഹലോ പന്നി. ഹലോ പന്നി. ആ കുട്ടി കാണുന്ന സീനറി ഇതാണ്. ബ്ലൂ കളർ ഉണ്ട് താഴത്ത്. അതെ അതെ അതെ, ഒരു ടിപ്പിക്കൽ ചെന്നൈ ലുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ. ബ്ലൂ കളർ ഉണ്ട്. പരന്നു കിടക്കുന്ന ഭൂപ്രദേശം, മലയോ കുന്നോ കാടുകളോ കേരളത്തിലെ പോലെ ഇല്ലാത്തൊരു ഭൂപ്രദേശം. ആ പണ്ട് അവൾക്ക് ആ സൈക്കിളിന്റെ മുകളിൽ ചെറിയ ചക്രം ഉണ്ടായിരുന്നില്ലല്ലോ. കാലിന് ബാലൻസ് ഇല്ലേ? കാലിന് ബാലൻസ് ഒക്കെ വന്നോളും ആ ഓടിക്ക്. UKG കുട്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് നോക്കാം. കാലിന് ബാലൻസ് ഇല്ല അത്ര. ആന്ന് എന്താ ചെയ്യുന്നത്? സേമപ്പുമാവ് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അല്ലേ ഉള്ളി ഞാൻ അരിഞ്ഞു തരാം, ഇയാളുണ്ടാക്ക്. അല്ല ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ പറയില്ലേ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും വേണം കേട്ടോ. പിന്നെ അങ്ങോട്ട് നേരെ അടുപ്പത്തേക്ക് ഇട്ടാൽ മതിയല്ലോ അല്ലേ? അങ്ങോട്ട് ഏട്ടൻ എന്തായാലും ഉണ്ടായിക്കോളൂ. എന്തായാലും ഇത്രയും ഉണ്ടാക്കിയില്ലേ, ഇത്രയും ചെയ്തില്ലേ? വെക്കമ്മല്ല. ഇല്ല ഇല്ല, ഒന്ന് ചെയ്തോളൂ. വെക്കമ്മല്ലേ? ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്യുന്നു. പഠിക്കണ്ടേ? നല്ലതല്ലേ? വേണ്ടേ? എനിക്കിപ്പോ അത്രയ്ക്ക് നല്ലത് വേണ്ടേ? ഞാനേ പഠിച്ചോളൂ കേട്ടോ. സാമ്പാറിൽ എക്സ്പോർട്ട് ആയല്ലോ, അതേപോലെ ഉപ്മാവിൽ എക്സ്പോർട്ട് ആയിക്കോളൂ. പിന്നെ അടുക്കളയുടെ അടുത്തേക്ക് തന്നെ വരണ്ടല്ലേ? ആണേ, അടുക്കളയുടെ ആ വഴിക്കുന്നാട് മൊത്തമായിട്ട് റിട്ടയർ ആവാല്ലേ? ആണ് ആണ് തന്നെ. അടുക്കള റിട്ടയർ വേണ്ട. നിങ്ങൾ നോക്കിയേ, മുടിക്ക് വല്ല മാറ്റം ഉണ്ടോ? കറുത്തോ? ഒരു 10-20 വയസ്സ് കുറഞ്ഞോ? എന്താ പാട്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?
വല്ല നിറവ്യത്യാസം ഉണ്ടോ തലയില് മൈലാഞ്ചിട്ടിട്ട്? അറിയില്ലല്ലോ. ഹലോ, ഇയാള് വല്ലതും കണ്ടോ? ഇട്ട ആള് ഇയാളല്ലേ? യുവർ ആൻസറബിൾ. പറയൂ, വല്ല കളർ ചേഞ്ചും ഉണ്ടോ? പറ. കണ്ണാടിയിൽ നോക്കിയിട്ടില്ല, വേറൊരാളെ അഭിപ്രായം പറയണം, അപ്പോഴാണ് നമുക്കൊരു ഇത്. അപ്പൊ ഫെയിലിയർ ആയിട്ടുണ്ട്. ആ പിന്നെ അഭിപ്രായം ഇല്ലാതിരിക്കുകയല്ലേ, അപ്പൊ പിന്നെ ഫെയിലിയർ ആയി എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ കൊളായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ പറ, അതിന്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ? ഉപ്പുമാവ് റെഡി. 7:45. ഇന്ന് കുറച്ച് ഡിലേ ആണ്. സാധാരണ ഡിന്നർ നേരത്തെ ആവാറുള്ളതാണ്. നിങ്ങളിൽ എത്ര പേർക്ക് സേമിയ ഉപ്പുമാവ് ഇഷ്ടമാണ്? ഇവിടെ ഓക്കെ, കുഴപ്പമില്ല. നൂഡിൽസ് പോലെ തന്നെയാണല്ലോ ഷേപ്പ്, അതുകൊണ്ട് ഇഷ്ടമാണ്. അല്ലാതെ അതിനോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഇയാൾക്ക് ഇഷ്ടമാണോ? എന്റെ ഫേവറേറ്റ് സേമിയ ആണോ? പക്ഷെ പായസം ഇഷ്ടല്ല. വൈ? മധുരട്ടോണ്ടാ? പാലല്ലെങ്കിൽ ഇഷ്ടല്ല. പാൽ പായസം സേമിയ ഇട്ട കഴിക്കില്ല. പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. ബ്ലഡ് റിപ്പോർട്ട് നൈറ്റ് ആയപ്പോഴേക്ക് വന്നിട്ടുണ്ട്. അതായത് ഡയബറ്റിക് അല്ല, പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഡയബറ്റിക് ആകാതിരിക്കാനും ആകാനും ചാൻസ് ഉണ്ട്. കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ട് പറയണത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. ഇപ്പം പേടിക്കാനില്ല, പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, ഡയറ്റ് ഇനിയും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയണത്. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ പരിപാടി ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതാ ഡിന്നർ കഴിക്കുക. അതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.